ഗൈസ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പം നേട്ടൻ്റെ നിക്കാഹ് വ്ളോഗ് ലാസ്റ്റ് എന്നാണ് ഏട്ടൻ്റെ നിക്കാഹ്. അപ്പോൾ നേരത്തെ ഞാൻ നീച്ച് കുളിച്ചു, കണ്ടോ റെഡി ആയിട്ടൊന്നുമില്ല, കുളിച്ചു ഫ്രഷായി. ഇനി മുടി കാരണം അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ പുറത്തൊക്കെ ഫുൾ ക്രൗഡാണ്. പറഞ്ഞാൽ ഞാൻ നീച്ച് നേരെ വയ്ക്കേണ്ട, എല്ലാവരും 7 നീച്ചു. ആ നീച്ച ഒരു 10:30 നീച്ചത്. ഇപ്പോൾ ടൈം 10:30. ഒന്ന് നേരത്തെ നീച്ചു, അല്ല നേരെ വൈകി നീച്ചു. പുറത്ത് രാത്രി ഇന്നലെ രാത്രി നോക്കിയപ്പോൾ പുറത്ത് കുറേ വണ്ടികളൊക്കെ ഉണ്ടേനി. ഇപ്പോൾ നോക്കിയപ്പോൾ വണ്ടിയും കാണാമല്ലോ, ഒക്കെ കേൾക്കാനൊക്കെ കൊണ്ടുപോയി ഫുൾ സെറ്റപ്പ് ആക്കി കൊണ്ടേക്കാം. കണ്ടോ മുട്ടൊന്നും റെഡി ആയിട്ടില്ല. ഗൈസ് നേരത്തെ തന്നെ ഇപ്പോൾ ഞാൻ ഗ്രൂമിൻ്റെ റൂമിലാണ്. അപ്പോൾ ഗൈസ് ഇന്ന് വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ പ്രശ്നം മൈക്കില്ല. മൈക്ക ജിമ്മിക്കാനോടും ഇവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ജിമ്മിക്ക് കോഴിക്കോടാണ്. പിന്നെ അപ്പോൾ വ്ളോഗ് എടുക്കുന്നതുകൊണ്ട് അവർക്ക് മൈക്ക ഇതാക്കാൻ പറ്റില്ല, കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ മൈക്കല്ലാതെ ഫോൺ അങ്ങനെ പിടിച്ച് വ്ളോഗ് ചെയ്യേണ്ടി വരും, അതാണ് ടാസ്ക്. പിന്നെ അവിടെ പോലെ ക്രൗഡില്ലല്ലേ, അവിടുന്ന് ചെയ്യേണ്ടി വരും. പിന്നെ ക്യാമറ സിദ്ധിനും ഫർദനും മാറി പിടിച്ചതെന്നൊക്കെ പറഞ്ഞു. അവർക്ക് ഒരു പേടിയില്ല, പേടിയില്ല മടിയില്ല, അവിടുന്ന് എന്തോ. അപ്പോൾ ഗൈസ് ഇനി ചെക്കന്മാരൊക്കെ വന്ന് ഫ്രഷൊക്കെ ആയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. പക്ഷെ അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയണ്ടേ, എന്തൊക്കെ പറയാൻ മറന്ന്. 3 വണ്ടി അതിന് ഇന്നലെ ഷോർട്ട്സ് ഇട്ടാണല്ലോ. ഇന്നലല്ല 3 വണ്ടി ഉണ്ട്. രണ്ടിനടുത്ത 3 വണ്ടി അതൊക്കെ 2 ഫോർച്യൂണറും ഒരു ഇന്നോവ ഐക്രോസ് അല്ല, വേറെ ഏതാണ്. അപ്പോൾ ഈ ചെക്കന്മാരൊക്കെ വന്ന് ഓരോ നേരത്തെ കാലത്ത് എല്ലാവരും വരാൻ പറയണേ. ഇപ്പം തന്നെ 10:30, ഒരു 11 മണി ആ ടൈമിൽ വരും. ഞാൻ മീറ്റിങ്ങൊക്കെ വേണം, നല്ല ഡ്രസ്സ്. ഞാൻ പുതിയാപ്പളുടെ പുതിയാപ്പള മാറാവും, അതാണ്. ഞാനും ഓന് ഒരേ ഡ്രസ്സ് എടുത്തിക്കണേ, അങ്ങനെ ഒരു സീനുണ്ട്. ഞാനും ഓന് താത്താൻ്റെ കുട്ടി അളിയൻ ഞങ്ങൾ 4 ആൾക്കാരും ഒരേ ഡ്രസ്സാണ്. ഒരേ ഡ്രസ്സ്, ഒരു മാറ്റമില്ല. പുതിയാപ്പളിന് ഹൈലൈറ്റ് ചെയ്യാൻ തേങ്ങയില്ല. ഷാള് നോക്കിയപ്പോൾ ഷാളും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഏതായാലും ഓലൊക്കെ എത്തി. കുറച്ച് കഴിഞ്ഞിട്ട് ഫാമിലീസ് എല്ലാവരും കൂടിയിട്ട് അതൊക്കെ ഒരു അറിയാതെ വീട് എടുത്താടി തരാം. എന്നിട്ട് പിന്നെ ചെക്കന്മാരൊക്കെ വന്നിട്ട് നമുക്ക് ശരിക്കും ഒരു വീട് തുടങ്ങാം. ഒരു പണി എടുക്കാതെ പെര കുത്തിറക്കാൻ വേണ്ടി കുളിച്ച വേണ്ടില്ലേ, വണ്ടിയൊക്കെ ആണ് കൊടുന്ന്. വണ്ടിയുടെ 3 സാധനങ്ങൾ എത്തി. ഒരു ബ്ലാക്ക് മാറ്റി, പിന്നെ ആക്കി. ഫുൾ വണ്ടികളാണ്. ഫുള്ളിന് കണ്ടോ, നമുക്ക് ഫുള്ളിനും ഫാൻസി നമ്പർ. ബ്ലാക്കോ 0 ഫുൾ ഞാൻ ഷോയനെ ഉണ്ടായുള്ളൂ. എല്ലാ വണ്ടി സീനി കേക്കിട്ട് മര്യാദക്ക് കുളിച്ച് ഇതാക്കാൻ എടുത്തേനി. ഇനിയിപ്പോൾ ഇതൊക്കെ കേക്ക് റെഡി ആക്കണം. ചളിയുണ്ടോ അങ്ങനെ തെളുങ്ങ. ഇനി ഇത് കേക്കിന് ഇഷ്ടം കാണാം. ഒരു വണ്ടി കേക്ക് കഴിഞ്ഞു. എന്താ ഇതും ഇനി എന്തായാലും രണ്ടാമത് വിളിക്കേണ്ടി വരും. സീനാണോ ഞാൻ കേൾക്കണമെന്നില്ല, എന്തിനാ കേൾക്കണോ പോട്ടെ. ഇതാ ഒരുത്തൻ സോനു, ഒരാൾ ബബ്ലു. ചെറുവിട്ട കേൾക്ക ഫുള്ള്. എന്നോട് കേൾക്കണ്ടായിരുന്നോ? എത്രണ്ണുള്ളൂ? അല്ലല്ലോ 4, 8. അല്ല അതിനൊക്കെ ടയറുണ്ടേ, ഇതൊക്കെ ആർക്കണം. എത്ര ഉണ്ട്? ഇതൊക്കെ വൃത്തിയാക്കുമ്പോൾ കണ്ടോണ്ട് ഇപ്പൊ കണ്ട ഫുൾ ആകെ ചളിയല്ലേ. ഈ കേക്ക് കണ്ടോണ്ടി ഫുൾ സെറ്റ് ആവും. അപ്പോൾ ഗൈസ് ഇനിയൊക്കെ കേക്കിട്ട് കാണുള്ളൂ, അല്ലെങ്കിൽ വ്ളോഗ് ചിലപ്പോൾ നിങ്ങളുടെ നല്ല ചാൻസ് ഉണ്ട്, കാരണം അവിടെ നിന്നും കുറേ എടുക്കണ്ടേ. അപ്പോൾ ഒക്കെ കഴിഞ്ഞിട്ട് കാണാം. ഫൈനലി പുതിയൊരു വണ്ടി വന്നു, അൺഎക്സ്പെക്ടഡ് 4 ബ്രദേഴ്സ്. ഇത് എവിടെ നിന്ന്? ഇത് പുതിയ അതിഥിയാണ്. 3 കേക്ക് കഴിഞ്ഞു. 1, 2, 3 കേക്ക് കഴിഞ്ഞ്. ഇനി 2 4th കേൾക്കാണ്ട്. സത്യം പറഞ്ഞാ ഒന്നും പറയല്ല.
എന്തോ ചളിയൊക്കെ പോയി. ഇനി ഇത് രണ്ടും കുട്ടപ്പാണ് കണ്ടോ. ഇത് കൊണ്ട് ഫുൾ ചളിയാണ്. ഇനി ഇതുപോലും ഉണ്ടാവരുത്. അങ്ങനെ ആക്കണം. ഓ ചളി. അപ്പൊ ഞൊക്കെ കഴിഞ്ഞിട്ടാണ് ഇത് പുതിയ ഞാൻ ഇതിനെ കാണിക്കാൻ വേണ്ടി എടുത്താണ്. കണ്ടോ കുട്ടപ്പനായി. ആ ഇത് ഇവനാണ് മീന് കണ്ടോ. അപ്പോ ലൈൻ കാട്ട് ഓ ഏഷ് ഞാൻ അവിടെ നിന്ന് പോവാണ്. എനിക്ക് വേറെ പണി കിട്ടി. ഞാൻ ചക്കന്മാരുടെ അടുത്ത് കേൾക്കും. ഞാൻ ഒന്നുകൂടെ കേൾക്കാനുള്ളൂ ഗൈസ്. അപ്പോൾ ഞാൻ പോവാ ഗൈസ്. ഞാൻ അവിടെ നിന്ന് മിന്നാണ് തെറിച്ചാണ്. ബൈ ബൈ. ചെക്കന്മാരാകണം ഫുൾ ഫ്രീക്ക് ആയിരുന്നു ഇപ്പൊ തന്നെ. പെണ്ണ് മിന്നാണ്ട് പേരൊക്കെ വരിക. ഏത് ഫ്രീക്കാം മുത്തേ. എല്ലാരും ചെക്കന്മാരെല്ലാരും അടിപൊളിയായിരുന്നു. ഞാനാണെങ്കിൽ വണ്ടിയൊക്കെ ആകെ വണ്ടി കണ്ടോ. ഞാൻ രണ്ട് ട്രൗസർ ഇവലൊക്കെ ഫുള്ള് ഇതിന് കാര്യം എന്തിനാ വരുന്നേ. ചെക്കന്മാരൊക്കെ സെറ്റ് ആയി. ഞാൻ പോയി കുളിച്ചൊരുങ്ങി വരാം. ഇനി അഫീം ഇവലൊക്കെ വരാണ്ട്. ഫർസാൻ ചെക്കന്മാർ ഫർസാനും അഫീഫും വരാണ്ട്. എന്റെ ക്യാമറ ഇവനും ഫർസാനും അല്ലേ എടുത്തല്ലേ. ക്യാമറ എടുത്തല്ലേ. നമ്മള് വ്ളോഗ് എടുക്കാനേ നിന്നേനിട്ട് അതില് ഒരാളെ വ്ളോഗ് എടുക്കാനൊക്കെ പറഞ്ഞു നമ്മോട്. അല്ല ആദ്യം ഞാനാ വ്ളോഗ് എടുക്കാൻ നിന്നേനത്. പിന്നെ സൗദിന് വിട്ടുകൊടുത്ത്. മൈക്കിന്റെ പ്രോബ്ലം മാത്രം ഉണ്ടല്ലേ. മൈക്ക് മാത്രല്ല ബാക്കിയൊക്കെ സെറ്റ്. മൈക്ക ഓൺലി വെയിറ്റ്. എടാ ഈ വീഡിയോ കണ്ട ആരെങ്കിലും ഞങ്ങൾക്കൊരു ചെക്കന്മാരൊക്കെ റൂമിലുണ്ട്. അപ്പൊ ഞാൻ ഒരുങ്ങി വന്ന് എല്ലാരും വന്ന് സെറ്റ് ആയിട്ട് പുറത്തുനിന്ന് കാണാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നേ നമ്മളെ കല്യാണം. ആരെ കല്യാണം? സൗദിന്റെ അപ്പൊ ഇന്ന് ഏട്ടന്റെ നിക്കാഹാണ്. അപ്പൊ എല്ലാരും എത്തിയിട്ടുണ്ട്. കുറെ കൂട്ടം ചെറുപ്പക്കാര് കോസ്റ്റ്യൂം ഉണ്ട് ഇതിനല്ലേ. അതല്ല കോമഡി അതല്ല. ഏട്ടനും ഞാനും ഒരേ ഡ്രസ്സാണ്. പുതിയാപ്പള മാറും. അഫീഫും ഫർസാനും വരാണ്ട് എല്ലാവരും എത്തിയിട്ട് ഫാമിലി വ്ളോഗ് എല്ലാരും മുമ്പ് എടുക്കണം. അതാണ് ഇപ്പൊ അങ്ങോട്ടും അതാണ് ഒരേ കുപ്പായം ഒരേ പാന്റ് ഒരേ ഷൂ. ആ ഷൂ തന്നെ വാങ്ങി. അപ്പൊ ഗൈസ് എന്തായാലും ഇനി കുറെ ആൾക്കാരെ ഫുൾ ആൾക്കാരാ വീട്ടിലൊക്കെ. എന്റെ ഫസ്റ്റ് വ്ളോഗ്, അതായത് അഫീഫ് കയറുന്ന ഫസ്റ്റ് വ്ളോഗ് കയറുന്നത്. അപ്പോൾ കുടുംബക്കാരെ കയറുന്നുണ്ട്. ഞാൻ അവിടെ എത്തിയിട്ട് വ്ളോഗ് എടുക്കാനാണ് സീന്. ചെക്കന്മാരെ ഏൽപ്പിച്ചിരിക്കണേ. ഞാൻ ബിസി ആകുമ്പോൾ ചെക്കന്മാരിന്റെ വ്ളോഗ് കൈകാര്യം ചെയ്യുന്ന പറഞ്ഞല്ലേ. നോക്കി ചെക്കൻ്റെ കോസ്റ്റ്യൂം നോക്കി. ഇവനൊക്കെ സാധനം എടുത്തണ്ട്. ഞാൻ നോക്കി ഞാൻ ഫുള്ള് വെള്ളേ ചോറ് നാച്ചില്ല. പിന്നെ ക്യാമറമാൻ തിരിച്ച് ക്യാമറ തിരിച്ച് കുറവൻ. അപ്പൊ ഇനി എല്ലാരും അഫീഫും ഫർദാനും വരാണ്ട് ഓലൊക്കെ എത്തിയിട്ട് ഇതാക്കാം. ചെക്കന്മാരൊക്കെ ഇതാകണേ. എല്ലാരും ഉഷാറായി നിൽക്കുന്നുണ്ട്. ഇനി അഫീഫും ഫർദാനും ഓണ്ടയാണ്. ഓൾറെഡി വന്നിട്ട് സെറ്റാക്കാം. പുതിയാപ്പള മാറുന്ന എന്റെ ഡൗട്ട്. മൈ കോസ്റ്റ്യൂം അങ്ങനെ എല്ലാരും എത്തി. ഇതാ ചെക്കന്മാരൊക്കെ എത്തി. എന്റെ വ്ളോഗിൽ ഫസ്റ്റ് ആണ് അഫീക്കുട്ടം ഉള്ളത്. ആദ്യമായിട്ടാണ് ഇതെന്റെ വ്ളോഗിൽ ഇല്ല. അപ്പൊ ഗൈസ് എല്ലാവരും ചോദിച്ചിരുന്നു. അപ്പൊ നമ്മള് വണ്ടി എടുക്കാൻ പോവാണ്. ഫോർച്യൂണർ എടുക്കാൻ പോവാണ്. അപ്പോ വണ്ടി ഇവിടെ ഈ വേട്ടാ ഗൈസ്. ഡ്രൈവർ ഫർസാൻ, അഫീഫ്, ഞാൻ സിദിൻ. അപ്പൊ സുഹൃത്തുക്കളെ നമുക്കിങ്ങനെ ഓരോ ഷോർട്ടായി കാണാം. ചെക്കന്മാരൊക്കെ ഫുള്ള് ആറ്റിറ്റ്യൂഡ് കിട്ടാൻ വരുന്നേ. ഗൈസ് ഞങ്ങൾ വണ്ടി എടുക്കാൻ നീ. ഇതാണ് ഫുള്ളാക്കി ഈ വണ്ടി. തെളിങ്ങണോ കണ്ടോ കണ്ട് കേകി ഇരുന്ന കേകി. എന്തിനാ വണ്ടിയൊക്കെ എടുത്ത്
ആനിവേഴ്സറി എഡിഷനോ എച്ചാറോ പരിപാടി തുടങ്ങി. പ്രൊഫഷണൽ ഡ്രൈവറൊക്കെ ഉണ്ടെങ്കിൽ ഇതിനെ ചോറ് മാത്രം കൊടുത്താൽ മതി, വേറെ ഒന്നും വേണ്ട. എല്ലാവരും എത്തിക്കണേ. എന്തോ കുറെ ഫാമിലീസ് ഉണ്ടായിട്ട് ബ്ലോഗ് എടുക്കാൻ വേണ്ടിയാണ് എല്ലാവരും മുഖത്ത് ഇങ്ങനെ വിളിച്ചിങ്ങനെ നോക്കുക. അപ്പൊ നമുക്കൊരു അടുത്താണ്ടോ അതാണ് ഇങ്ങോട്ടോ ഡ്രൈവറാണ്. അപ്പുറത്ത് എടുത്തുണ്ട്, വെറുതെ ഇരിക്കുക, ഓനങ്ങൾക്ക് ആവശ്യമില്ല. നിക്കാൻ ബ്ലോഗാൻ അധികം വരില്ല, അധികം ലോങ് ഉണ്ടാവില്ല, കാരണം അത്രയും ക്രൗഡാണ്, മടിയാണ്. അതാണ് ഇങ്ങനെ ഈ കുടുംബക്കാരൊക്കെ ഇങ്ങനെ മുഖത്തൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെ കുറവ് വേണ്ടി ചിരി വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ട് വ്ളോഗ് പറ്റാൻ എടുക്കാം. ഞങ്ങൾ പള്ളികളെത്തി. എത്ര 10-12 വണ്ടിയൊന്നുമില്ല, 30-40 വണ്ടികൾ വരിക്കും. റോഡാണ് ബ്ലോക്ക്. മരെല്ലാം കണ്ടോ ഇഷ്ടം. ഇത് സത്യം പറഞ്ഞ നിക്കാണോ കല്യാണം? ഇവിടെ ഔട്ടായി. നിക്ക പറഞ്ഞ ഇറങ്ങിയത് ചെക്കന്മാരെ കണ്ടോ? ഇന്ത്യയിലാറ് ലുക്ക്. ഒരു തിന്നിയതില്ലേനോ? ഒരു തിന്നിയതില്ലേനോ? അന്തി തിന്നിയതില്ലേനോ? കാക്ക ഫോർമലാക്കി വന്നീനെ. കാക്കക്ക് ആകെ ഫോർമലായിട്ട് വന്നു. പക്ഷെ ആരും വേറെ ആരും ഫോർമൽ ഇട്ടില്ല. ആകെ മൂടെ പോയി. അപ്പൊ നിങ്ങൾ പള്ളിക്ക് കയറി നമുക്ക് നിക്കാതെ കാണാം. അങ്ങനെ കാണത്തില്ലേ? ലൈവല്ല, വീഡിയോ ഗൈസ്. അപ്പോ എനിക്കാണ് ഇവിടെ വീഡിയോ എടുക്കാൻ അലൗഡല്ല. അപ്പോ കാട്ടുക കണ്ടോ? കണ്ടുപിടിക്കട്ടെ. ഗൈസ് ഇവിടത്തെ നിങ്ങൾ പറഞ്ഞ ക്യാമറ പറ്റൂല, ഫോൺ പറ്റും. അതാണ് ഇവിടുത്തെ നിയമം. ക്യാമറമാൻ ഇഷ്ടം പോലെ ഉണ്ട്. പ്രേമക്കല്ലാണ്. ഞാനും കണ്ടുപിടിക്കട്ടെ, ആവശ്യം വരും. പഠിക്കണം. മകറിന് പകരം നിങ്ങൾക്ക് ഞാൻ ഗാഹി ചെയ്ത് കൂട്ടിച്ചേർത്തത് നിങ്ങളുടെ മകൻ നമ്മുടെ ഈ സ്വർണ്ണാഭരണങ്ങൾ മകറിന് പകരം നിങ്ങൾ എനിക്ക് ഫാൻസ് ഈ സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ സുജൂദിന്റെ കണ്ണുനീരിന്റെ വിവാദത്തിന്റെ ചൈതന്യവും ഈ ദമ്പതികളുടെ ദാമ്പത്യ ജീവിതത്തിൽ അത് തീർത്തും ഉണ്ടാകണമെന്ന് വാശിയുള്ളതുകൊണ്ടാണ് അങ്ങനെ മഹാന്മാർ എഴുതി വച്ചിരിക്കുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇതിന്റെ ബർക്കത്തുകൊണ്ട് ഇരു കുടുംബങ്ങൾക്കും ദമ്പതികൾക്കും പൂർണ്ണ സന്തോഷവും സമാധാനവും പരസ്പര സ്നേഹവും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് സാന്ദർഭികമായി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നതോടൊപ്പം സാന്ദർഭികമായി എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ മുർഷിദിനോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. കല്യാണം അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കല്യാണത്തിൽ ഏറെ ശ്രദ്ധേയമായ ഒരു ചടങ്ങാണ് ഇപ്പോൾ ഇവിടെ സമ്പൂർണമായിരിക്കുന്നത്. നേരത്തെ ഞങ്ങളെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ മകൾ റസ്നയെ ജീവിതത്തിൽ അത് സഖിയാക്കാൻ പറ്റുമോ ഇല്ലേ എന്നറിയാൻ ഒരു നോട്ടം എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ നോക്കിയിട്ടുണ്ടാകും. ആ നോട്ടം 100% ഫൈനലായതാണ്. ഇന്ന് ഇവിടെ ചില പ്രത്യേകമായ പദപ്രയോഗങ്ങളിലൂടെ നിക്കാഹ് എന്ന പേരിൽ ഇവിടെ പൂർത്തിയായിരിക്കുന്നത്. എന്നാൽ അന്ന് എനിക്ക് പറ്റുമോ ഇല്ലേ എന്നറിയാൻ വേണ്ടി ഒരു നോട്ടം നോക്കി, ആ നോട്ടത്തിൽ പറ്റി. ഇനി രണ്ടാമത്തെ ഒരു നോട്ടം, പറ്റിയ പെണ്ണിനെ നോക്കൽ നിഷിദ്ധമാണെന്ന് ഫിഖ്ഹിൽ പണ്ഡിതന്മാർ എഴുതി വെക്കുകയാണ്. പറ്റിയ ഒരു പെണ്ണിനെ പിന്നെ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് രണ്ടാമത്തെ ആ നോട്ടം ഈ പുതിയാപ്പളയാകാൻ പോകുന്ന ആൾക്ക് വരെ ഹറാമാണ് എന്ന് മഹാന്മാരായ മഹത്തുക്കൾ രേഖപ്പെടുത്തുകയാണ്. എന്നാൽ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് മുർഷിദിന്റെ റസ്നയെ നോട്ടം, റസ്ന മുർഷിദിനെ നോക്കുന്നത് അങ്ങനെയല്ല. യഥേഷ്ടം അവർക്ക് നോക്കാൻ പറ്റുന്ന പരുവത്തിലേക്ക് ചില പ്രത്യേകമായ പദപ്രയോഗങ്ങളിലൂടെ പരിശുദ്ധ ഇസ്ലാം നിങ്ങൾക്ക് രണ്ടുപേർക്കും പെർമിഷൻ നൽകിയിരിക്കുകയാണ്. പക്ഷെ അതിലപ്പുറം ഇനി ഇവിടെ നിന്ന് നിങ്ങൾ നിക്കാഹ് കഴിഞ്ഞ് പോകുന്ന സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ റസ്നെ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. അത് അന്ന് കണ്ട കാഴ്ചയല്ല.
ഇനി വേറെ ഏതെങ്കിലും കാഴ്ചയല്ല, അത് വല്ലാത്തൊരു ബർക്കത്തുള്ള കാഴ്ചയാണ്. ഹലാലാക്കിയതിന്റെ ശേഷം ഉള്ള ആ കാഴ്ചക്ക് ഇബാദത്തിന്റെ ലാഞ്ചനയുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരൻ, ഇന്ന് ഇവിടെ കേരളീയ വർത്തമാന സാഹചര്യത്തിൽ മഹർ കെട്ടിക്കൊടുക്കൽ എന്ന് പറയുന്ന ഒരു ചടങ്ങ് നടക്കുന്നുണ്ട്. ആ ചടങ്ങിന് നമ്മൾ ആരും ആയത്തും ഹദീസും ഓതിയിട്ട് എതിർക്കാൻ പോകേണ്ടതില്ല. എന്തുകൊണ്ട്? അവന്റെ ഭാര്യയാണ്. അതുകൊണ്ട് തന്നെ കയ്യിൽ കൊടുക്കുകയോ കഴുത്തിൽ കെട്ടിക്കൊടുക്കുകയോ മോതിരമാണെങ്കിൽ അത് വിരലിൽ കുടിക്ക് കൊടുക്കുകയോ ചെയ്യുന്നത് അത് അവന്റെ ഭാര്യ ആയതുകൊണ്ടാണ്. അതുകൊണ്ട് നമുക്ക് അതിനെ ഒരു നിലക്കും എതിർക്കാൻ കഴിയില്ല. പക്ഷെ ഞാൻ കൂട്ടുകാരനോട് പറയുന്നത്, ഈ മഹർ കെട്ടിക്കൊടുത്താലും കയ്യിൽ കൊടുത്താലും കഴുത്തിൽ കെട്ടിയാലും ശരി, ആ ചടങ്ങ് നിർവഹിക്കുന്നതിന് മുമ്പ് അതിനേക്കാൾ ബൃഹത്തായ വല്ലാത്ത ഷറഫുള്ള ഒരു ചടങ്ങ് നിന്റെ മുന്നിലുണ്ട്. അതെന്താണ്? 14 നൂറ്റാണ്ട് മുമ്പ് സ്വാദിഖുൽ മസ്തൂഖായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ അവിടുത്തെ നുബുവത്തിന്റെ നാക്കുകൊണ്ട് ഒരുപാട് സഹധർമ്മികളെ ഉപയോഗപ്പെടുത്തിയതും പോലെ ഒരു ഭാവിയിൽ കടന്നു വരുന്ന ദമ്പതികൾക്ക് എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച ഒരുപാട് സന്തോഷ നിമിഷങ്ങൾ ആ ദമ്പതികൾക്ക് ഉണ്ടാകണമെന്ന്, നമ്മേക്കാൾ കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകണമെന്ന് താല്പര്യപ്പെടുന്ന റഹ്മത്തുൽ ആലമീൻ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ വല്ലാത്ത ഒരു ശാന്തി മന്ത്രം എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ മുർഷിദിന് അന്ന് 14 നൂറ്റാണ്ട് മുമ്പ് അനൗൺസ് ചെയ്ത് അറിയിച്ചിട്ടുണ്ട്. അത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം അത് ഞാൻ ഒരു പക്ഷെ പറയാതെ പോയാൽ ഏതെങ്കിലും ഒരു നിക്കാഹിന്റെ മജ്‌ലിസിൽ ഏതെങ്കിലും ഒരു അറിവാളൻ ഞാൻ ഈ പറയാൻ പോകുന്ന മേറ്റർ അത് അവതരിപ്പിക്കുകയും ആ നിക്കാഹിന്റെ മജ്‌ലിസിൽ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ മുർഷിദ് ഉണ്ടാവുകയും ചെയ്താൽ അന്ന് തോപ്പിട്ട് വന്ന ആ ഹമുത്ത് എന്നോട് ഈ കാര്യം പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരുപക്ഷെ എന്റെ പേരിൽ ഞാൻ അറിയാതെ അദ്ദേഹം എന്നെ ആക്ഷേപിക്കും. ആക്ഷേപം അത് കൊള്ളാൻ ഞാൻ എല്ലാ അർത്ഥത്തിലും അർഹനായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ പഠിച്ച വിഷയം എന്റെ ജീവിതത്തിൽ അത് ഞാൻ പകർത്തിയിട്ടുണ്ട്. ഇന്ന് ആ ദാമ്പത്യ ജീവിതത്തിലെ സൗരഭ്യം അത് ഈ പറയുന്ന ഞാൻ 10-20 കൊല്ലം കഴിഞ്ഞിട്ടും ഞാൻ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്റെ ജീവിതത്തിലെ സന്തോഷം പോലെ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ മുർഷിദിനും റസ്നക്കും അത് കൂടുതൽ സൗരഭ്യം ഉണ്ടാകണമെന്ന കൂടുതൽ താല്പര്യത്തോടു കൂടെയും അത് എന്റെ ഉത്തരവാദിത്തമാണെന്നുള്ള നിലക്കും ആൾക്കാരൊക്കെ അത് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ള നിലക്ക് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. മുർഷിദെ, ഇത് നിന്റെ വല്ലാത്ത ഒരു അനർഘ നിമിഷമാണ്. ഞാൻ പറയാൻ പോകുന്ന വിഷയം അത് നഷ്ടപ്പെട്ടു പോയാൽ മരിച്ചു മണ്ണായി അസ്ഥികൂടമടക്കം അത് മണ്ണിൽ ചേർന്നാലും മുർഷിദനെന്നല്ല ഒരൊറ്റ പുതിയാപ്പളമാർക്കും അത് നടപ്പിലാക്കാൻ കഴിയില്ല. ഞാൻ കേവലം ഇത് ഇന്ന് മുർഷിദിനോടാണ് പറയുന്നതെങ്കിലും അത് കേവലം മുർഷിദിനോട് മാത്രമുള്ള വർത്തമാനമായി നിങ്ങൾ ചിത്രീകരിക്കരുത്. മുർഷിദിനെ പോലെ വിവാഹ മണ്ഡലത്തിലേക്ക് കടന്നു വരാൻ കാത്തിരിക്കുന്ന മുർഷിദിന്റെ ആത്മമിത്രങ്ങളായ കൂട്ടുകാർ ഈ ജലസയിൽ പങ്കെടുത്തിട്ടുണ്ട്. അവരൊക്കെ കേട്ട് അവരെ ജീവിതത്തിലൊക്കെ അത് പകർത്തണം എന്നുള്ള നിലക്കാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. മഹർ ഇന്ന് നീ തൽക്കാലം വലിയന്റെ കയ്യിൽ കൊടുക്കും. കെട്ടിക്കൊടുക്കാൻ നേരത്ത് ആ വലിയ നിന്റെ കയ്യിൽ തരും. ആ മഹർ കയ്യിൽ പിടിച്ചിട്ട് നീ ആ പ്രിയപ്പെട്ട നിന്റെ സഖിയായ റസ്നയെ സമീപിക്കുമ്പോൾ ആദ്യ സ്റ്റെപ്പ് എന്നുള്ള നിലക്ക് നീ ചെയ്യേണ്ടത് അവൾക്ക് സലാം പറയണം. പിന്നീട് നീ ചെയ്യേണ്ടത് അവൾക്കൊന്ന് കൈ കൊടുക്കണം. മൂന്നാമത്തെ സ്റ്റെപ്പ് ശ്രദ്ധിക്കണം. അതെന്താണ്? നിന്റെ മുർഷിദിന്റെ വലത്തെ കൈ റസ്നയുടെ മൂർധാവിൽ വെക്കുക. എന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ ബാരിക് ലികുല്ലി മിന്നാ ഫീ സ്വാഹിബിഹി. ഒരുപാട് പുതിയാപ്പളമാർ അവരുടെ മൊബൈലിൽ ഞാൻ പറഞ്ഞ ദിക്ർ അത് എഴുതി ഔദുങ്കരയിൽ നിന്നും മറ്റൊക്കെ എന്നെ വിളിച്ചു വരുത്തി എഴുതി അങ്ങനെ തന്നെ പെണ്ണിന്റെ അരികിലേക്ക് പോയ നല്ല ദീനീബോധം തലക്ക് പിടിച്ച ആൾക്കാർ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന അനുഭവത്തിലുണ്ട്. അത് ഉപയോഗപ്പെടുത്തിയ ആൾക്കാർക്കൊക്കെ ഇന്ന് വല്ലാത്ത സൗരഭ്യം അതുണ്ടെന്ന സുവിശേഷവും അത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്, അറിയിക്കാറുമുണ്ട്. അതേപോലെ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ചെയ്യേണ്ടത് സലാം പറയണം, കൈ കൊടുക്കണം, മൂർധാവിൽ കൈവച്ചുകൊണ്ട് അല്ലാഹുമ്മ ബാരിക് ലികുല്ലി മിന്നാ ഫീ സ്വാഹിബിഹി. പക്ഷേ അത് മുർഷിദിനെന്ന് മാത്രമല്ല, ആദ്യമായിട്ട് കേൾക്കുന്ന കുറച്ച് അറബിയുമായി ബന്ധമുള്ള ആൾക്ക് പോലും ഒരുപക്ഷെ കഴിഞ്ഞെന്ന് വരുന്നില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ പച്ച മലയാളം, അതിന്റെ അർത്ഥം അത് ഒരിക്കലും മുർഷിദ് വിട്ടേച്ചു പോകരുത്. അതെന്താണ്? നമുക്ക് രണ്ടുപേർക്കും അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. ഇതാണ് ഇപ്പൊ പറഞ്ഞ വാക്കിന്റെ അർത്ഥം. ഒരു ബുദ്ധിമുട്ടുമില്ല, പറയാൻ നാവ് വഴങ്ങാത്ത സംഗതിയില്ല, പച്ചമലയാളാണ്. നമുക്ക് രണ്ടാൾക്കും അല്ലാഹു ബറക്കത്ത് നൽകട്ടെ എന്ന് മുർഷിദ് മറന്നു പോകരുത്. മറന്നുപോയാൽ അതിന്റെ തീരാ നട്ടം അത് നിനക്കാണ്, റസ്നക്കാണ്, നിങ്ങളുടെ കുടുംബങ്ങൾക്കാണ്. അതുകൊണ്ട് കുടുംബത്തിന് വേണ്ടി നീ ആ ശാന്തി മന്ത്രം ആര് എവിടെ നിന്ന് എന്ത് നോക്കിയാലും അതൊന്നും മൈൻഡ് ചെയ്യാതെ നീ അത് ഉപയോഗപ്പെടുത്തണമെന്ന്
സാന്ദർഭിക വർത്തമാനമായി കൂട്ടുകാരോട് ഉപയോഗപ്പെടുത്തുക പറയാണ്. ആ സമയത്ത് അവളൊരു ആമീൻ അങ്ങോട്ട് പറയുമ്പോ അവിടെ വേറെ ഒരു ടീം ആമീൻ പറയുന്നുണ്ട്. ആ ടീം അത് മലക്കുകളാണ്. മലക്കുകൾ ആമീൻ പറയുമ്പോ എന്തായാലും അവിടെ ദുആക്ക് അവർ ഇജാബത്താണ്. ഇത് ഞാൻ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ മുർഷിദിനോടാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ രണ്ടാമതായി സാന്ദർഭികമായി ഇത്തരം വിഷയങ്ങൾ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായി ഞാൻ പറയാറുള്ളത് പോലെ പറയുന്നു. ഈ മുർഷിദിനോട് കൂടെ കടന്നു വന്നിരിക്കുന്നത് മുർഷിദിന്റെ കേവല സുഹൃത്തുക്കളല്ല, മറിച്ച് ആത്മസുഹൃത്തുക്കളാണ്. ആത്മസുഹൃത്തുക്കളുടെ പ്രത്യേകത എന്താണ്? സന്തോഷിക്കണം, ദുഃഖത്തിൽ ദുഃഖിക്കണം. ഇതാണ് ആത്മസുഹൃത്തിന്റെ പ്രത്യേകത. കേവല സുഹൃത്താണെങ്കിൽ അവനിങ്ങനെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് നിക്കാഹും കല്യാണമൊക്കെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങളോട് പറഞ്ഞ സ്ഥിതിക്ക് മുർഷിദിന് നിങ്ങൾ ആത്മബന്ധമുള്ള സുഹൃത്തുക്കളാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ ജീവിത യാത്രയാകുന്ന കഞ്ഞീര് ഞാനും നിങ്ങളും കോഴി വാരി ഇട്ടിട്ട് അവന്റെ ജീവിതം തകർക്കരുത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതെന്താ അങ്ങനെ പറയാൻ കാരണം എന്നുള്ളത് ഒരു പക്ഷെ നിങ്ങൾ ചോദിച്ചേക്കാം. ആ ക്വസ്റ്റ്യൻ നിങ്ങൾ നിർവഹിക്കുന്നുണ്ടാവും. ഫുൾ സീനി മറ്റേ വർഷം ഇപ്പൊ വ്ളോഗ് എടുക്കാൻ ഫേസ് ഒന്നും കിട്ടില്ല. കൊറേ ഇതിൽ എടുത്തിക്കണേ കിട്ടില്ല. ഫുള്ളാണ് വീഡിയോ എടുത്തിക്കണ ക്യാമറ ചേർന്ന് ഞാൻ ഓഫാക്കി ഒന്നായിട്ട് ഓഫാക്കി. അയക്ക് എന്തൊക്കെയായി ഞാനില്ല ഓന്നോളൂ ജിതി ഓമനും ഓമ്പർക്ക് വെക്കാം. ഓൻ ഐസിൽ മുങ്ങി. പള്ളി പറഞ്ഞപ്പോ ഐസിൽ മുങ്ങി. ഓൻ പോപ്പറാങ്ങാൻ പറഞ്ഞപ്പോ ഞാൻ ചാടി കയറി പോയി. ചെക്കൻ മിന്നി ഓ കയറിയില്ല അല്ലെ. ഓ നമ്മളിതാക്കിയാണ്ട് ഓൻ മൂഞ്ഞിപ്പിച്ച് നിക്കാത് കുറച്ച് ഇതാണ്. മൂലര് കുറച്ച് ടെററായിരുന്നു. ടെററല്ല നോ പേടിപ്പിച്ചേ ചേട്ടനെ അല്ല മൂലൊക്കെ പറഞ്ഞല്ലോ. മൂളിയാരേ എവിടുന്ന് സാധനത്തൊക്കെ കിട്ടണേ? ഇനി ഒറിജിനൽ നിക്കായി അല്ല അതാണ് ഒറിജിനൽ നിക്കായി. നിക്ക കഴിഞ്ഞു. ഇനി കല്യാണ പരിപാടി അല്ലേ? പേരിൽ കല്യാണം പോലെ നിക്കാവും. അപ്പൊ ഇങ്ങനെ ശരിയാവും. ഞങ്ങൾ പേരിൽ നിക്കാവ് മാത്രം. നിക്കാവ് കണ്ടില്ല മുറിച്ചേക്ക് കഴിഞ്ഞില്ലേ? അതിന്റെ ഡൗട്ട് കഴിഞ്ഞില്ലേ? അപ്പൊ ചെക്കന്മാരൊക്കെ പഠിച്ചു കണ്ടു നോക്കി നിക്കേനി. നിക്കാഹ് എങ്ങനെയാണ്? പിന്നെ അവിടെ പൈസ പോയി നീച്ചിക്കണേ. ഞാൻ എല്ലാം സ്കെച്ചാൻ കയറിയ മേലക്ക് ഇങ്ങനെ നോക്കും. ഇന്നടക്ക് നോക്കും. പിന്നെ ശ്രദ്ധിച്ചിരിക്കണം നമ്മള്. സദസ്സല്ലത് ഹലാലായ രീതിയിലേക്കാരോ മൂപ്പര് ഇങ്ങനെയും പറഞ്ഞല്ലേ കല്യാണം. ഞാൻ വീട്ടിൽ ലാസ്റ്റ് കല്യാണല്ലേ അപ്പൊ അത് നോക്കി കണ്ടു. പറയണത് കേട്ടോ, ഒന്നുകൂടി കേട്ടോ. ഇവിടുത്തെ മൂല്യം വിളിച്ചത് സത്യം 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 രാമൂർന്ന് വിളിച്ച ഓനെ കുളിച്ച മോളേരല്ലേ? അയ്യോ ഓഡിറ്റോറിയം അവിടെ തന്നെ ഓഡിറ്റോറിയം. അപ്പൊ ഇനി നമുക്ക് ഒരു 2.5 കൊടുക്കല്ലേ? അതന്നെ യെസ്. നോക്കിട്ടില്ല. എക്സോസ്റ്റ് ഓൺ ആക്കണോ? പൊട്ടോ റേസ് ആക്കണോ? ബാക്കിൽ നിന്ന് പൊട്ടിച്ചേണ്ടി വരും. വണ്ടികളെ കണ്ടോ? ഒന്ന് മുമ്പില് ഒന്ന് ബാക്കില്. പിന്നെ ഉണ്ടോ ഇഷ്ടംപോലെ വണ്ടി ഉണ്ടോ? വണ്ടി 10-12 കല്യാണത്തിനാട്ടിൽ വലിയ വണ്ടി. എത്രമാനം വണ്ടികൾ അറിയോ? സോണൊന്നും ഉണ്ടാകാ. പള്ളിക്ക് മാത്രം കയറാതെ നോക്ക്. നേരെ ഓടിച്ചെടുത്ത് വന്നെ ഫുഡ് കയറാനായിട്ട്. നമുക്ക് ഇപ്പൊ തന്നെ ഇറങ്ങല്ലേ? ഇവിടെ തന്നെ ഞങ്ങൾ കയറില്ലെന്നാ. ബബിളിനെടുക്ക് മൂല്യം ഒന്ന് അടിച്ചിട്ടോ സോദേ.
ഞമ്മക്കാർക്കും അളിയനാണോ നോക്കൂലോ അളിയന്റെ അഞ്ചനാണോ നോക്കൂല ഒരു പറന്നു വിട്ടുന്നെ പൊട്ടിച്ച് കുറച്ച് സീനാ ആ മൂലയാര് കൊടുത്തിട്ടുണ്ടോ അങ്ങോട്ട് പിന്നെ അങ്ങനെ എടുക്കല്ലേ മോത്ത് കൊടുന്ന് എടുക്കല്ലേ അറിയാത്ത ഇതിലെടുക്ക് ഇല്ല ആരും അറിയില്ല ഇതുണ്ട് ഇത് എപ്പോഴും ഓണാത് അപ്പൊ ചെക്കന്മാരെല്ലാരും ഞങ്ങളോട് ഓണാണ് ആൾക്കാർ എത്ര കാലം അറിയോ ഇനി ഈ സാധനം കൊണ്ട് എങ്ങനെ എടുക്കുക കാണിച്ചു മടി മൈക്കില്ല താഴത്തുക പോപ്പറോ പോപ്പർ എടുത്ത് തരണം പിടിച്ചാ എടുത്തോ കഴിച്ചു നിൽക്കില്ല ഞാൻ പിടിച്ചു കേട്ടോ പുറത്തുനിന്ന് പിടിച്ചാണോ സ്നോ പറ്റൂല സീനേനി ഞാനാകുമ്പോ പറയാ പൊട്ടിച്ചാ ഒന്ന് ഈ ഒന്ന് ഷാനും ഓക്ക് ഇറങ്ങുമ്പോ പൊട്ടിക്കണം വാ ഇറങ്ങുമ്പോ പൊട്ടിക്കണോ പൊട്ടിക്ക് പോയി പൊട്ടിച്ച് പാളി പറഞ്ഞ പൊട്ടിയില്ല ഇത് പൊട്ടാത്തെ സ്റ്റിക്കർ പൊട്ടിച്ച് പറ്റുപോയി എന്തൊക്കെ കേക്കണ് വണ്ടി കേട്ടോ ചെയ്തിട്ടിയോ ഉള്ളിക്കാരം പടക്കാം ഇനി പൊട്ടിച്ചോണോ ആകെ രണ്ടെണ്ണുള്ളൂ സുഹൃത്തുക്കളെ അല്ലാ എല്ലാരും നോക്കണ മുത്തേ പേടിയാണ് ചെക്കന്മാർ ഭക്ഷണം കഴിക്കാം ഫുഡേ കളിക്കുന്നുണ്ട് എന്നാ കഴിഞ്ഞിട്ടാണ് ഇപ്പനെ ഏതാണ് എന്ത് കല്യാണ ചെക്കനാണ് ഗൈസ് നിങ്ങളൊന്ന് പറയും ആദ്യം വന്ന് പൊട്ടിരുന്നോ ഉണ്ടല്ലേ സുഹൃത്തുക്കളെ അപ്പോൾ നമ്മള് കല്യാണ ചെക്കൻ്റെ അനിയനൊന്നും നോക്കിയിട്ടില്ല അവിടെ പെട്ടെന്ന് ഫുഡൊക്കെ വന്നു റിസ്ക്കാണ് കുറച്ച് റിസ്ക്കാണ് നിൽക്കാൻ കുറച്ച് റിസ്ക്കാണ് ജസ്റ്റ് ഒരു അറേഞ്ച് മാരേജ് അല്ല രജിസ്റ്റർ മാരേജ് അതൊക്കെ സുഖം അല്ലേ അതിനെ ഇനി ഏതായാലും മൈക്കല്ലാത്തതുകൊണ്ട് ഭയങ്കര സൗണ്ട് ഉണ്ടാവും അപ്പൊ എന്തായാലും നമുക്ക് ഈ ഫുഡ് കഴിച്ച് ഒക്കെ കഴിഞ്ഞിട്ട് കാണാം എല്ലാവരും നോക്കണം അതാണ് ഗൈസ് ഇതൊക്കെ ഫർസാൻ എടുത്ത ഷോട്ടാണ്. ഫർസാൻ കുറേ വീഡിയോസ് എടുത്തിരിക്കണേ. ഞങ്ങളിത് കയ്യേക്കാൻ പോയപ്പോൾ അവനെ ഏൽപ്പിച്ചതാണ്. ഞാൻ ഫ്രീ ആയി നിൽക്കുമ്പോൾ ഈ കുറേ വീഡിയോസ് ഒക്കെ എടുക്കണം പറയും. ഫർസാനാണ് ഈ ഫുള്ള് എടുത്തിരിക്കണേ. അവിടെ ഇവിടെയും മറ്റൊടത്ത് മർഷത്തില്ല ക്ലിപ്സൊക്കെ ഇതെടുത്തിരുന്നു. പിന്നെ ഒന്നാമത് ആകെ ഒച്ചയും പൊടിയും സൗണ്ടും ഇതൊക്കെ ആയതുകൊണ്ട് ഒന്നിനും പറ്റണില്ല.
കുറേ വീഡിയോ ഇങ്ങനെ എടുത്ത് വെച്ചതൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും ഇടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഗൈസ് അങ്ങനെ നമുക്ക് വണ്ടിയിലെ പാട്ടൊക്കെ ഓഫ് ആയിക്കണേ. സ്റ്റേജ് പാട്ടൊക്കെ നമുക്ക് വണ്ടി ഓഫ് ആയിക്കണേ. ഗൈസ് ബ്ലോഗ് എടുക്കാം, കുറേ ക്രൗഡ് ഉണ്ട്. കടുത്ത എന്നാലും കുറവാണല്ലേ. പിന്നെ പറ്റുക നോക്കി വീർത്തുണ്ട്. ഇത് പിന്നെ ക്യൂട്ടിഫൈ. ഇപ്പോൾ ഗൈസ് പുതിയാപ്പിള ഞെട്ടിക്കണ മൂല അത് ഇതൊക്കെ പറഞ്ഞത്. ഓ ചെക്കന്മാരൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. പോവാ ഇതാണ് റോഷൻ ഡൊമിനിക്. ഒരു പൊട്ടനാണ്, 2 ബ്രേക്ക് പെട്ടി. പിന്നെ ഇപ്പൊ എന്തൊക്കെയാ കുറച്ച് അല്ലേ റോഷ? എൻ്റെ പേരെന്താ? റോഷൻ. റോഷന്റെ പേരെന്ന് വെച്ചപ്പോ റോഷൻ. പിന്നെ അടുത്ത കല്യാണം ഏതായാലും അഫീഫിന്റെ ഒക്കെ ഞങ്ങളെ കൂട്ടത്തിലുണ്ടാവുക. ഏറ്റവും അടുത്ത കല്യാണം ആർത്തറ ഉണ്ടാവുക. ഇവിടെ നമ്മളെ തൊട്ടിപ്പുറത്തെ ഒരാൾ നിൽക്കുന്നുണ്ട്. ഇക്കാന്റെ നമ്മളെ കൂട്ടത്തില് സത്യം പറയട്ടെ, നമ്മളെ കൂട്ടത്തില് ഏറ്റവും കല്യാണം കഴിക്കാൻ ആഗ്രഹമല്ലേ ഇവരാണ്. അത് സത്യം പറയാം. നമുക്ക് റിനാനെ നമ്മളെ കൂട്ടത്തില് ഏറ്റവും കൂടുതൽ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല സിനിമല്ലേ? ഓ പ്രൈവസി അത് പറയാനില്ല. റിനാനാണ് ഫുൾ ആറ്റിറ്റ്യൂഡ്. അവിടുന്ന് മാറ്റി, അവിടെ ഗേൾസ് ഇരിക്കണ അവിടെ മാറ്റി. ബ്ലോഗേഴ്സ് കല്യാണം എടുക്കല് കണ്ടോ? ചവിട്ടല്ലേ കണ്ടോ? ഇങ്ങനത്തെ ഓരോ കുന്ത്രാണ്ടോ ഒന്ന് ചവിട്ടല്ലേ. കുറച്ചുകൂടി കുട്ടികളായിരുന്നു. ഞാൻ ഫോട്ടോ എടുക്കാൻ എനിക്ക് ഇവിടെ കാണാം. അപ്പോ ഞാൻ അന്നെ ഫോട്ടോ എടുക്കില്ല. കാക്കാന്റെ പുലിവ് കൊറേ നേരെ. സ്റ്റീൽ ഫാൻസ് അസോസിയേഷൻ ഭയങ്കര ടാസ്ക് കേട്ടോ. ഉള്ളിന്ന് വീട് നടക്കില്ല. ഉള്ളിന്ന് വീട് നടക്കില്ലല്ലോ. ഭയങ്കര ടാസ്കാ. എന്തായാലും ഉള്ളത്തെ ഒരു വിഷ്വൽസും കിട്ടിയിട്ടില്ല. കുറേ ഇട്ടില്ല. ഒരു പാട്ടാണെങ്കിൽ ഓഫ് ആക്കുന്നില്ല. തേങ്ങ മാഞ്ഞ കളിക്കാൻ നിൽക്കുക. അപ്പൊ ഇനിയിപ്പോ അഫീഫും റിനാനും ഇവരും പോവാണ്. ഇവനാണ് റിയൽ ഫ്രണ്ട്. ബാക്കി എല്ലാവരും പോയില്ലേ? അല്ല ഫേക്ക് ഫ്രണ്ടേ ഉണ്ടോ? ഓന് ഫേക്ക്, ഇത് ഫേക്ക്. ഫർസാന ഈ പോവല്ലേ ഫേക്ക് ഫ്രണ്ട്. എല്ലാവരും ഒറ്റക്കിട്ട് പോയി. അല്ല കണ്ടോ പിന്നെ ഒറ്റക്കിട്ട് പോയി. കാര്യം ഞാൻ ഒറ്റക്കിട്ട് പോയി. ആയിക്കോട്ടെടാ. ഇനി പിന്നെ അവിടെ പോസ്റ്റ് വെച്ചിരിക്കണം. ഞാൻ പിന്നെ കുഴപ്പമില്ല. വണ്ടിയൊക്കെ മുത്തേ ഈ വല്ലിപ്പ കാട്ടിയാണിത്. അവിടെ എടപ്പാ പിച്ചോടെ തന്തപ്പൊട്ടിയുടെ അപ്പം കാട്ടണാണേ. ഏത് തന്ത മൂളര്. അപ്പൊ ഏതായാലും ഉള്ളിന്ന് ടാസ്ക് അതുകൊണ്ട് മാത്രം നമ്മളെ പുറത്തെ കഴിഞ്ഞിട്ട് ലക്ഷ്യം കൊടുക്കുന്നതാണ്. ഞങ്ങൾ പോവാണ് റിപ്ലൈ ഇനിയും കൂട്ടുകാരനാ ആളാട്ടോ. അത് ചോദിച്ചിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടില്ല. എടുക്കണ്ടല്ലോ. കൊറിയർ എടുക്കാണ്ട് 5 മണിന്റെ മുന്നേ പോണം. അതമ്മ ചനക്കോ എനിക്ക് കൊറിയർ എടുക്കാൻ പോണം. എന്തിനി ഇവന്റെ ബാക്കില് അനക്കോ പിടിച്ചാന്. എനിക്ക് ജിമ്മ് പോകണം. അവനക്കൊന്നുമില്ല കേട്ടോ. ജിമ്മ് പോകണം. ആയിക്കോട്ടെ. മനസ്സിലാക്കി ജിമ്മാണ് വലുത്. മനസ്സിലായി. ആയിക്കോട്ടാ. എന്റെ ഏട്ടന്റെ കല്യാണത്തിന് ഞാൻ ചോർന്ന് പോരും. കണ്ടോ? ചോർന്ന് പോരും. അല്ല പോണില്ല. മനസ്സിലാക്കി. എല്ലാരും മനസ്സിലാക്കി. അത്ര ഉള്ളു മനസ്സിലാക്കി. കണ്ടോ? അപ്പോ ഇനി എല്ലാ ചെക്കന്മാര് ഇതാണ്. ഇവനാണ് കാറ്ററിംഗ് പോയിന്റ് മെയിൻ. എല്ലാരും വരട്ടെ. കാറ്ററിംഗ് ബോയ്സിന്റെ ഇട്ട് എന്താ പറയണ്ട് ആയിക്കോട്ടെ. കൈമടിച്ച് കുപ്പായോ. ആരാ എന്താണ്? 2 3 4 ഉണ്ടല്ലോ. അവിടെ ഒന്ന്. പിന്നെ അവിടെ എന്താ പറയണ്ടേ? ഫേക്ക് ഇട്ട് പോവാ. കൊറിയർ എടുക്കാണ്ട് ഉമ്മച്ചി വിളിച്ചു പറഞ്ഞു. പറഞ്ഞ കാര്യമില്ല. ചൂടാണ്. ഞാൻ കൊറേ ദിവസമായി അവിടെ കിടക്കണത്. ഇന്നലെ എടുക്കാൻ പറ്റില്ല. ഇന്നലെ എടുക്കണം. ഇന്നലെ കോഴിക്കോട്
അപ്പൊ ഗൈസ് ഇതിന്റെ റെയിൽ ഇത് വണ്ടി നേരെ പോയി ഏതൊരു വണ്ടിയാണ് നേരെ പോയി കണ്ടിട്ടാണ് എന്റെ വ്ളോഗിൽ ഫസ്റ്റ് ആണ് അഫി വരുന്നത്. നീ അഫിനെ കണ്ടില്ല കുറെ വ്ളോഗ്സ് ഉണ്ട്. കാലങ്ങൾക്ക് ശേഷം ഇന്നത്തെ ഒരു വ്ളോഗിൽ എനിക്ക് ഞാൻ ഇന്ന് വ്ളോഗ് എടുക്കുമ്പോഴും കോഴിക്കോട്, മഞ്ചേരി, കൊണ്ടോട്ടി അങ്ങനെ ഓൾറൗണ്ടറാണ്. അപ്പൊ ഇന്ന് കിട്ടി. ഏതായാലും കുറച്ച് എണ്ണിങ്ങോളെ ഫാമിലി ഫോട്ടോസ് ഉള്ളിൽ എന്തായാലും പോയാൽ വീഡിയോ ആക്കാൻ പറ്റില്ല. കാരണം പാട്ടും കോപ്പറേറ്റ് തന്നെ അതുകൊണ്ട് ഇവിടെ തന്നെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നീ കുറച്ച് കഴിഞ്ഞിട്ട് പുതിയാപ്പിളിനൊക്കെ നമുക്ക് റിവ്യൂ ചെയ്യാം. അതൊക്കെ ഇമ്മാന്റെ കൂടിന്റെ ഫാമിലി ഫോട്ടോ. ഇമ്മാന്റെ കൂടില്ലേ എന്റെ ഫാമിലി ഫോട്ടോ എടുക്കാട്ടോ. ഏതാരോ കൊറേ ഉണ്ട്. സൗദാക്കണേ ആണേ ഫോട്ടോ. ഓ ഫ്രീക്ക് ഫാമിലി ജോയിന്റ് ഫാമിലി അല്ലേ പറയാ? ജോയിൻ ഫാമിലി. കുറച്ച് കുറഞ്ഞു പോയ ഒരു സംശയം. അത്രക്കും ആൾക്കാരാ ഇത്ര അറിയോ? കണ്ടോ ഫുള്ള് ഇറങ്ങി വരുന്ന ഫുള്ളുമാരുടെ കുറെ ആൾക്കാർ വന്നിട്ടില്ല. കണ്ടോ അതൊക്കെ കണ്ടോ? എത്രാമത്തെ അമ്മന്റെ പെണ്ണ ഇക്കോലും അറിയില്ല. ഇതിപ്പോ ഇത് കുറച്ചുള്ളൂ. ഉമ്മാരുടെ ടീം സീരി. അതാണ് ചെറിയ അമ്മോന്റെ ചെറിയ വൈഫ്, ഒരു വൈഫ്. പുതിയ മുതാപള്ളിന് കൈ കിട്ടി. കരി കുറച്ചിനും കരി. ആ മൈക്കോൽ കൊടുക്ക്, കുറച്ച് കാര്യം കഴിക്കാണ്ട്. മൈക്കോടുക്ക് സൗണ്ടില്ല കരഞ്ഞ് മൈക്കോടി. അഭിനയം കഴിഞ്ഞു. ക്യാമറ ശരി കേട്ടോ. ഇനിയിപ്പോ എന്റെ വീട്ടിലോട് വീട്ടിനാലേ എങ്ങനെ എക്സ്പീരിയൻസ് എങ്ങനെ പറയും. ഇനി കല്യാണം കഴിക്കോ? എന്നെ പോലത്തെ നല്ലൊരു ചെക്കനെ കിട്ടിയതിനെ പറ്റി എന്താ പറയല്? നിങ്ങളെ ലവ് മാരേജില്ലേനോ? ലവ് മാരേജിനെ പറ്റി രണ്ട് വാക്ക് എന്ത് പറയാൻ സോനു? അതിനെ പറ്റി തന്നെ ഒരു വ്ളോഗ് തന്നെ. 7 വർഷമായി ഇങ്ങോട്ടൊന്നും ഇഷ്ടമാണ് പറഞ്ഞു. നമ്മള് 2 കൊല്ലം നമ്മള് പിന്നാലെ നടന്നപ്പോ ഞാൻ പറഞ്ഞു ഇനി പിന്നെ നടക്കണ്ട, ഒപ്പം നടന്നു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ പാവല്ലേ ഒരാൾ വേണ്ടി വെച്ചിട്ട് അക്സെപ്റ്റ് ചെയ്തതാണ്. അതല്ലല്ലോ വിഷയം. കഴിഞ്ഞു. നാഴ്ചക്ക് അനക്ക് നെഞ്ചിക്ക് ഒരു പെടപെടപ്പില്ല. അനക്കവിടെ വേണ്ടി അടുപ്പൊക്കെ സോനി നമ്മള് അടുപ്പ് ശരിയാക്കിക്കണല്ലേ? ഇനി ഗ്യാസ് ഒന്നും വേണ്ട. ഇനി ഗ്യാസ് അടുപ്പില്ല. മരുമോള് വരില്ലേ? അത് കഴിയും. ഇതിന്റെ വലിയ കസിൻ ബബുലോ. ബബുലോ അനക്ക് മനസ്സിലാവുമെന്ന്? അതാ കൊടുക്ക് ഓഫാക്കല്ലേ. കുറച്ച് കാര്യങ്ങൾ കേൾക്കണ്ടേ? എന്തൊക്കെ പറയണ്ടേ? അവളെ കരച്ചിൽ കേട്ടെ. പുതുമാലിനെയും പുതിയാപ്പളിനെയും കൈ കിട്ടിക്കണം. അല്ല ഞാൻ ഇതിലെടുത്തോണ്ടേ എഡിറ്റർ ബ്രോ. ഇതാണ് ബബ്ലു ബ്രോ. ഇനി കുറച്ച് ആറ്റിറ്റ്യൂഡ് കിട്ടിട്ടേ ബാക്കി സംസാരമുള്ളൂ അല്ലേ? ഇപ്പൊ എന്നെ കൊണ്ട് രാവിലെ 7 വണ്ടി കഴിപ്പിച്ചവനാ. എനിക്ക് വണ്ടി കഴിക്കരുത് ചോന കഴിയത്. അതുകൊണ്ട് വണ്ടി ഓട്ടാൻ കമ്പത്തിൽ എന്നോട് ചോദിച്ചു തരില്ലാത്തല്ല. ഫേക്ക് വണ്ടി 7 വണ്ടിയുടെ കൈക്ക് സ്റ്റാറായി. ഓ വണ്ടിയൊക്കെ ബാക്കിൽ പുല്ലുണ്ട്. കൂളാണല്ലേ മുർഷിയെ? ഫുള്ളാക്കിട്ട് എന്താണ് കരയണെന്തിനാ? അക്സെപ്റ്റ് ചെയ്തത്. എന്താ ചെയ്യാ? നല്ല സ്വഭാവല്ലേ? പാവല്ലേ? അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. അതൊക്കെ പോട്ടെ. പള്ളിക്കുന്ന മൂവര് പറഞ്ഞപ്പോ അല്ല പോട്ടെ. ഇതിന് കത്തിയിട്ടില്ല. അത് ആവശ്യമില്ല. മോലാരിട്ടി കത്തില്ല. പള്ളിക്ക് പറഞ്ഞപ്പോ മിഞ്ഞിടുന്നു. അല്ല നന്നായി. അതുകൊണ്ട് മഴ ചെയ്തിട്ടില്ല ഇതുവരെ. പള്ളി പോയി വന്ന ടീമാണത്. സ്നോ ആകുമ്പോ എന്നോട് പറഞ്ഞേ. ആ സ്നോ പൊട്ടിച്ചത് ഞാനല്ല ഒരു കാലം ഏൽപ്പിച്ചിട്ട്. അവിടുത്തെ ടീം ആരൊക്കെ വരുന്നേ? അവിടുത്തെ ടീമോ? അവിടുത്തെ ടീമാണ് ഈ ടീം. അവിടെ ടീമൊന്നുമില്ല. ഇപ്പൊ വരുന്നുണ്ട് പറഞ്ഞേ. ചെറിയ പോകാൻ വലിയ നോക്കാൻ പറ്റില്ല. കാരണം കൊറേ എടുക്കാൻ പറ്റില്ല. കൊറേ ഇവിടെ ഫാമിലിക്കാര് പാട്ട് ഓഫ് ആക്കില്ല. അത് ഉള്ളിൽ നിന്ന് കുറെ എടുക്കാൻ പറ്റില്ല. എന്താ രണ്ടായിരിക്കുന്ന എന്റെ ഫാമിലി ഭയങ്കര സാധനങ്ങളാ. മനസ്സിലായിട്ടോ കാര്യം? ഭയങ്കര സാധനം.
അതുകൊണ്ട് ഉള്ളിൽ നിന്ന് വളർന്നു നോക്കിയില്ല. ഇപ്പൊ വീട്ടിൽ പോയിട്ട് ഫോട്ടോ എടുക്കാൻ പിന്നെ ഒന്നുമില്ല ഫസ്റ്റ് ഇടുക എന്നിട്ട് ഇങ്ങനെ ഈ ഏറ്റവും ലാസ്റ്റത്തെ പെടൽ ഇങ്ങനെ വിട്ടുകൊടുക്കുക. അത് ഇനി പേര് അവിടേക്ക് എത്തുമ്പോ ഇങ്ങനെ പറക്കൂലേ? അല്ല എന്റെ സാധനം എനിക്ക് വായി തന്നെ സാധനം എനിക്ക് കോഴിക്കോട് സാധനം കൊടുത്തില്ല അവിടെ. ആ ബോസേ അല്ല ഇവിടുന്ന് എടുത്ത് വീട്ടിക്ക് പോണ്ടാ നേരെ വീട്ടിക്ക് നേരെ പോകണ്ട. എന്നാ അങ്ങനെ ആയിക്കോട്ടെ. അപ്പൊ നമ്മള് ഫോട്ടോ കാട്ടി ബദിനായിട്ട് തരാം. ഓയ് ഓയ് വിളിച്ചിനൊക്കെ ബൾബ് തെരി വിളിച്ചിട്ട് ക്യാമറ ഉണ്ടോ വിളിച്ചപ്പോ കരച്ചില് മാറി കണ്ടോ. ഇതാണ് ബ്രൈഡ് റസ്ന. അങ്ങോട്ട് നോക്കി എന്റെ മുഖം റിവീൽ ചെയ്തില്ലതാ. ഇവിടെ കൊണ്ട കോഴിക്കോട് പോയി. എന്നിട്ട് എന്റെ ഗേൾഫ്രണ്ട് നടക്കിനി കമന്റ് ബോക്സിൽ മൊത്തം. ആ എന്റെ ഗേൾഫ്രണ്ട് ഉണ്ട് കമന്റ് ബോക്സിൽ മൊത്തം. ഇതാണ് ഏട്ടന്റെ ഗേൾഫ്രണ്ട് ആണ്. ഇതാ ഇപ്പൊ ഗേൾഫ്രണ്ട് അല്ല, ഇപ്പൊ വധു ഭാര്യ. വീടാക്കി ഫോട്ടോ കേട്ടെ. അപ്പൊ ഞാൻ ഫോട്ടോ ഒരു തമ്മിലൊക്കെ ഇടണം. തമ്മിലും കിട്ടുവോ ചോദിച്ചോക്കാം. ഇവനെ ഇന്റെ വണ്ടി കൊണ്ടുപോയി നാസാക്കിക്കണേ. കാര്യം നാസാക്കിക്കാ എന്നിട്ട് എത്ര ചെയ്തിട്ടോ. ഫേക്ക് ഇതാണ് ഫേക്ക് ഫ്രണ്ട് അമ്പാൻ. നമ്മളെല്ലാ പരിപാടിക്കും ചിരിച്ചും അമ്പാനും റസ്നൊക്കെ വരെ ചിരിയാ. എന്ത് എന്താ വിളിച്ചാ കാട്ടുജി? ചോട്ടിക്കോ ചവിട്ടി വീഡിയോ കാണിച്ചു ചവിട്ടി അമ്പാൻ എനക്ക് കഴിയും എന്നെ കൂടെ കഴിയും ചവിട്ടി. മനസ്സാവും ചക്കാണ് പൂക്കി വലിയ പൂക്കി മറ്റേ കണ്ട വില്ലനൊക്കെ തോന്നും. പക്ഷെ അങ്ങനല്ല വണ്ടേ വണ്ടേ അപ്പൊ ജി ഗയാ എന്റെ വണ്ടി കടയിലാണ്ട്. പുതുമാളനും അവിടെ എത്തിയപ്പോഴേ ഡൗട്ട് പുതുമാളൻ ഞാനാണെന്ന് ലുക്കൊണ്ടേ. കുറച്ച് അങ്ങോട്ട് പോസ്റ്റില് കുറച്ചും കിട്ടും അപ്പുറത്തേക്കും കുറച്ച് നേരെ. കൺഗ്രാറ്റുലേഷൻസ് എനിക്ക് ആളെ കിട്ടി. ക്യാമറമാൻ എന്നോട് എന്തോ തമ്മിൽ എടുക്കണം നിന്നെ ആട്ടിവിടാ ഫോട്ടോ. ഞാൻ എന്താ കണ്ടോ ഞാൻ കോസ്റ്റ്യൂം ഇട്ട് വന്നിട്ട് എത്താണ് പുളിയറമ്പ് ഇതെന്നാ നല്ല നല്ല ബാക്ക്ഗ്രൗണ്ട് അല്ലേ. അപ്പൊ ഗൈസ് മൈക്കല്ലാത്തതിനാണ്ട് കുറെ തെറ്റുകുട്ടികളുണ്ടാവും, ക്ഷമിക്കണം. മൈക്കല്ലിനോ മൈക്ക് കിട്ടില്ല. ഞാൻ ജിമ്മിക്കാണോടും ഓരോക്കെ ചോദിച്ചു പക്ഷെ കിട്ടില്ല. ഓലൊക്കെ ഒന്ന് വ്ളോഗ് എടുക്കണോണ്ടും കുറച്ച് ബിസി ആയതുകൊണ്ട് നമുക്ക് കിട്ടില്ല അല്ലേ. കണ്ടോ അപ്പൊ ഗൈസ് ഇന്ന് നമ്മൾ തമ്പല എടുത്തുതരാം. നമുക്ക് തമ്പലം കിട്ടുവട്ടെ. ഇപ്പൊ ഓളെ നടുവിലാക്കി അപ്പുറത്ത് അപ്പുറത്ത് ഞാൻ ഇപ്പുറത്തെ ഏട്ടം ഓളെ നടുവിൽ അങ്ങനെ തമ്പലയും കിട്ടണം. കിട്ടവട്ടെ ക്യാമറമാൻ വിട്ടു മിക്കവാറും അല്ലേ. ഇതുണ്ടോ ജസ്റ്റ് മൈ കസിൻ. എന്നിട്ട് ഇങ്ങനൊന്നുമില്ല ഇത് കുറച്ച് ലാഗാണ് അല്ലേ. ഇതിനെ എന്റെ രജിസ്റ്റർ മാരേജാ. ഓ ഇതിന്റെ രജിസ്റ്റർ മാരേജ് ആണല്ലോ. ഇപ്പൊ ഏതോ കുട്ടിയൊക്കെ സെറ്റ് ആക്കണല്ലോ. അപ്പൊ ജിതിനല്ലേ കണ്ടു പഠിക്കാനും എറണാണ്ട് നിക്കാണ് ഇവിടെ കാണിച്ചു കൊടുത്തേ. അത് ഗൈസ് ഞാൻ തമ്മിലിട്ട് തരാം. ഭയങ്കര ലേ കേട്ടോ കെട്ടിപിടിച്ചപ്പോ എങ്ങനെ ഇന്നെ പിടിച്ചായി ഒന്നൊന്ന് പിടിച്ച ഇതിനെ ഇന്നൊന്ന് നൈസിൽ പിടിച്ച വണ്ടേ ഇതുവരെ വിളിച്ച ഞാൻ കണ്ടിട്ടോ. പക്ഷെ കാര്യല്ല അമ്പാനെ ഉള്ളു മെയിൻ ടോജിന്റെ വണ്ടി വണ്ടി എടുത്തില്ല. അമ്മോടും ചെയ്തിട്ടേ ഇപ്പൊ വണ്ടി എടുത്ത് പോയിക്കണേ. അമ്മ പോലീസല്ലേ. ഞങ്ങളിവിടെ വിളിക്കുന്ന പേരാണ് തുമ്പി. തുമ്പി എന്ന് വിളിക്കും അല്ലെ. തുമ്പിയെ ഇടക്കിടക്ക് അശിമാണ് തുമ്പും. അതുകൊണ്ടാണ് തുമ്പി എന്നുള്ള പേര്. കുറച്ച് ചളിയൊക്കെ
പമ്പരം കറങ്ങി കുറച്ച് ക്യൂട്ട്നെസ് വരി കുറച്ചിന് ക്യൂട്ട്നെസ് എനിക്ക് ആണ് എന്റെ ഏട്ടൻ കണ്ടില്ലേ എമ്മ ലുക്ക ഇട്ടിട്ടില്ല എന്തുമില്ല കാരണം എനിക്കൊക്കെ എത്ര മേക്കപ്പ് ഇട്ടിക്കണ് ദാറ്റ്സ് മൈ ബ്രദേഴ്സ് പവർ എന്റെ ഏട്ടനാണ് എനിക്ക് കിട്ടിയതാ ജനറ്റിക്കലേ ഓനല്ലോ വലുത് അപ്പൊ ഓന്റെ ഇതായിട്ട് എനിക്ക് കിട്ടുക ഓനെ മുത്തന്റെ താത്താടിയോ ആ താത്തയെ മുത്ത് താത്തേ മുത്ത് ഓക്കെ ഞാൻ തമ്മിലെടുത്ത് തരാം മൂഞ്ചി വീണ്ടും മൂഞ്ചി ഇയാളെ ഞാൻ കൊഞ്ചി ഇയാളെങ്ങനെ തമ്മിലെടുക്കാൻ അയക്കണ്ടേ പിന്നെ 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 മൈക്കല്ല വിട്ടിക്ക് പോലെ മൈക്കല്ല അതല്ല കിഡിലെ ആംബിയൻസ് ഇവിടെ നമുക്ക് നല്ല പിടിക്കാൻ പറ്റിയ ആംബിയൻസ് നമുക്ക് ഉണ്ടാക്കും എടുക്കല്ലേ പാട്ടിട് നല്ല പാട്ടിട് നേരം ഇന്നലെ മലരായി മെഹബൂബ മെഹബൂബ പമ്പരം കറങ്ങി 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 ചെറിയ കുഴപ്പമുണ്ടല്ലോ ഇന്നത്തെ വ്ളോഗോടെ വൈൻഡപ്പ് ചെയ്യാണ് പുതുമാളൻ ഇതാണ് നമ്മളെ വണ്ടി ചെക്കന്മാർ ഇതാക്കണേ അടുത്തത് അപ്പൊ ഗൈസ് ഇനി നല്ല നല്ല ഇതന്നെ ഇപ്പൊ ഒരുപാട് ലോങ്ങായി ഇനി ഇന്നത്തെ എടുക്കാൻ പറ്റില്ല അപ്പൊ ഇനി അടുത്ത വ്ളോഗ് വരികയാണെങ്കിൽ വരും അല്ലേ അടുത്ത ഫാമിലി ട്രിപ്പ് കാശ്മീർ ഫാമിലി ട്രിപ്പ് ഇന്നത്തെ വ്ളോഗ് തന്നെ കുറെ ലോങ് ആയി അപ്പോ അടുത്തൊരു വീഡിയോ കാണാം